വലിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും സ്വാഗതം. നല്ല ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഇപ്പം ഈ ഒരു വീഡിയോ എടുക്കാൻ. മറ്റൊന്നും കൊണ്ടല്ല, പല കാരണങ്ങളുണ്ട്. ആക്ച്വലി എനിക്ക് ഒട്ടും സമയം കിട്ടാറില്ല. അറിയാലോ, 2 കുട്ടികളായി. ബട്ട് ഞാൻ എന്റെ വീഡിയോസ് ഒക്കെ ഞാൻ മുന്നേ വന്നില്ലെങ്കിലും മറ്റു രീതിയിലൊക്കെ ഞാൻ വീഡിയോസ് നിങ്ങളുടെ അടുത്ത് എത്തിക്കാറുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിവതും ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യാറുണ്ട്. ബട്ട് കുറെ നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, തീർത്തും സമയം കിട്ടാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പൊ പിന്നെ വേറൊരു നിങ്ങളെല്ലാം മനസ്സിലാക്കി കാണും, നമ്മുടെ ചാനലിന്റെ പേരൊക്കെ മാറ്റി റേവൂസ് വൈബ്സ് ആക്കി. കാരണം ഒരാളും കൂടി വന്നപ്പോഴേക്കും ഇനി പിന്നീട് ഫ്യൂച്ചറിലാണെങ്കിൽ ഇനി പേരിനെ കുറിച്ചുള്ള ഒരു ആർഗ്യുമെന്റ് വേണ്ട എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പേര് പിന്നെ എന്റെ ആകുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ റേവൂസ് വൈബ്സ് എന്നുള്ള യൂട്യൂബ് നെയിം സജസ്റ്റ് ചെയ്തത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. തീർത്തും മുന്നോട്ട് എനിക്ക് ഈ ഒരു സപ്പോർട്ട് കണ്ടിന്യൂസ് ആയിട്ട് വേണം. അപ്പം അറിയാലോ, ഇപ്പൊ നമ്മളുടെ ഈ ഒരു ഫാമിലി എന്ന് പറഞ്ഞ ഇപ്പൊ 4 പേരായി. ഞാന്, അച്ഛേ, പിന്നെ ഞങ്ങളുടെ കുക്കു, പിന്നെ ഒരാൾ വന്ന് വിച്ചുവിന്റെ ഏകദേശം അവന്റെ വീഡിയോസിൽ ഞാൻ അത്രയും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അവന്റെ ചോറൂണിന്റെ വീഡിയോസ് വരെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അവന്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. ശരിയാണ്. അപ്പം അതിനുശേഷം അപ്ഡേഷൻസ് ഒക്കെ തീർത്തും തരാറില്ല. ഞാൻ കൂടുതലും കുക്കിംഗ് ആകുമ്പോഴേക്കും ഇപ്പോൾ അതും ഞാൻ ഷോർട്സ് വീഡിയോസ് ആണ് കൂടുതലും ചെയ്യാറുള്ളത്. അതാകുമ്പോഴേക്കും എനിക്ക് അധികം എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് വീഡിയോ എടുക്കുക, പെട്ടെന്ന് ചടപടേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ നടക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഷോർട്സിലാണ് കൂടുതലും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇടയ്ക്ക് ഇപ്പൊ എന്നാ ഒരു വന്നില്ല, ഒത്തിരി ഗ്യാപ്പ് ആയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോയുടെ തംബ്നെയിൽസ് എല്ലാവരും ശ്രദ്ധിച്ച് കാണും, നിങ്ങൾക്ക് മനസ്സിലായെന്ന് കാണും. അപ്പൊ നമ്മളുടെ ടോപ്പിക്ക് നമ്മുടെ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനലിൽ ഇന്നുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സൈഡിൽ കാണുന്ന ആ ഓപ്ഷൻസിൽ ഓൾ ഓപ്ഷൻസ് എന്ന് പ്രസ് ചെയ്യാനും കൂടി മറക്കുക. എങ്കിലേ ഉള്ളൂ നോട്ടിഫിക്കേഷൻ ആയിട്ട് ഞാൻ വീഡിയോ പുതിയ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ അത് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഒട്ടും വൈകിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മെൻസ്ട്രൽ കപ്പ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 60% ആൾക്കാർ ഇപ്പം ഉപയോഗിക്കുന്നവരാണ് മെൻസ്ട്രൽ കപ്പ്. ഏകദേശം ഒരു 4-5 വർഷത്തോളമായി ഈ മെൻസ്ട്രൽ കപ്പ് ഇപ്പം ഏകദേശം നമുക്ക് അറിവ് ആയി തുടങ്ങിയിരിക്കും. ഇതിന്റെ ഒരു ഉപയോഗം കൂടുതലായിട്ടും ഏകദേശം ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത് ഏകദേശം എനിക്കിതൊരു 3 കൊല്ലത്തോളം ആയിട്ടുള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഞാനിപ്പം ഈ ഒരു മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം 6-7 മാസങ്ങളായി. അതായത് എൻ്റെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു 8 മന്ത്സിലാണ് എനിക്ക് ആദ്യമായിട്ട് പീരീഡ്സ് ആയത്. അപ്പം അന്ന് മുതൽ ഞാനപ്പം ഇതിൽ തന്നെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മെൻസ്ട്രൽ കപ്പ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എങ്ങനെയാവും എന്നറിയത്തില്ലല്ലോ. പിന്നെ കൂടുതൽ ഞാൻ റെഫർ ചെയ്യുമായിരുന്നു യൂട്യൂബിൽ തന്നെ. ഒത്തിരി റെഫർ ചെയ്യുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജസ്, അതായത് ഇതിനെക്കുറിച്ച് മറ്റു രീതിയിലുള്ള ദൂഷ്യഫലങ്ങളൊന്നും നമ്മൾ മറ്റേത് പാഡിനെ കുറിച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ അതുപോലെ ദൂഷ്യഫലങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ നമ്മൾ സാനിറ്ററി പാഡ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഭാവിയിൽ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള കാരണങ്ങൾ കണ്ടു തുടങ്ങിയത് പിന്നെയും സാനിറ്ററി പാഡിലാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ മെൻസ്ട്രൽ കപ്പ് കൊണ്ടാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു രീതിയിലുള്ള ഹാർംഫുൾ ആയിട്ടും നമ്മുടെ ശരീരത്തെ അഫക്ട് ചെയ്യുന്ന ഒന്നും തന്നെ ഇല്ല. അപ്പൊ എന്തുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തു ഉപയോഗിച്ചുകൂടാ എന്നുള്ളത് ഞാൻ പിന്നീട് ഈ 2ാമത്തെ എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയുണ്ടായി. അങ്ങനെയാണ് എന്റെ ആ ഒരു എങ്ങനെ ചിന്തയിൽ എന്റെ പെട്ടെന്ന് എനിക്ക് ഒരാൾ വന്ന് ഇത് ഗിഫ്റ്റ് ചെയ്തായിരുന്നു. ശരിക്കും ആക്ച്വലി എന്റെ സിസ്റ്ററാണ് എനിക്കിത് ഗിഫ്റ്റ് ചെയ്തത്. അപ്പൊ ഞാനിപ്പോ യൂസ് ചെയ്യുന്ന മെൻസ്ട്രൽ കപ്പ് ഇതാണ്. ഇത് ആക്ച്വലി എൻ്റെ സിസ്റ്റർ, അതായത് കസിൻ സിസ്റ്റർ, ആള് ദുബായിൽ നിന്ന് കൊണ്ടു തന്നാണിത്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു. അപ്പം ആള് ഇതുപോലെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ആളിപ്പോൾ യൂസ് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്. അപ്പം യൂസ് ചെയ്തപ്പോഴേക്കും ആൾക്ക് ഭയങ്കര കംഫർട്ട് തോന്നുന്നു. ആളുടെ സംസാരത്തിൽ തന്നെ ഭയങ്കര ഒരു കോൺഫിഡൻസ്, യൂസ് ചെയ്യുന്നതിന്റെ ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പം തീർച്ചയായിട്ടും അതുകൂടാതെ ഞാൻ യൂട്യൂബിൽ നിന്ന് ഓൾറെഡി ഇതുപോലെ റെഫർ ചെയ്ത് വെച്ചേക്കുവാണ് ഇതിനെ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ. പിന്നെയാണ് ഞാൻ കൂടുതലും, അതായത് എൻ്റെ സിസ്റ്ററിൽ നിന്നും അറിഞ്ഞതിന് ശേഷം ഞാൻ കൂടുതലും റെഫർ ചെയ്തു. പിന്നീട് ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലും
അതായത് അനുഭവിച്ചറിയുന്നത്. അതായത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണല്ലോ കൂടുതൽ നമുക്ക് ഒരാളുടെ അടുത്ത് അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് നമുക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് നമുക്കും കിട്ടുള്ളൂ അല്ലേ. അപ്പം ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഏകദേശം ഞാനിപ്പോൾ യൂസ് ചെയ്ത് ഇതിനിപ്പം അഡ്വാൻറ്റേജസും അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോൾ ഇങ്ങനെ ഒരു പൗച്ചിലാണ് ഇതുള്ളത്. ഇതാണ് സംഭവം കണ്ടോ, ഇങ്ങനെ ഒരു ചെറിയൊരു നിബ് പോലെ ഉണ്ട് ഇതിന്. ഇതാണ് നമ്മുടെ കപ്പ്. ഓക്കെ, ഇതിപ്പം ആക്ച്വലി എൽ സൈസാണ്, ലാർജ് സൈസാണ്. ഓക്കെ, ഇതിപ്പം ആക്ച്വലി നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സൈസ് അനുസരിച്ച് വേണം ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ. ഇത് ഓൺലൈനിലാണ് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്, അതും ഡിഫറെന്റ് ബ്രാൻഡ്സ്. ഓക്കെ, ഞാനിതിപ്പം ഒരു ബ്രാൻഡിന്റെ പേര് പറയുകയാണെങ്കിൽ പെട്ടെന്ന് എൻ്റെ ഓർമ്മ വരുന്ന സിറോണ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡുണ്ട്. അത് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. കാരണം സിറോണയുടെ തന്നെ പല മറ്റു പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ തന്നെ ഏറ്റവും കൂടുതൽ അഡ്വർടൈസ്മെന്റ്സ് ഞാൻ കണ്ടിട്ടുള്ളതും സിറോണയുടെ തന്നെയാണ്. അപ്പം മെൻസ്ട്രൽ കപ്പ് നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ സൈസ്, അതായത് ഇപ്പം നോർമൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം കുറച്ച് വലുപ്പം കൂടുതലായിരിക്കണം. ഇപ്പൊ എന്റെ സി സെക്ഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും ഇതില്ല, പക്ഷെ എന്നാലും എനിക്ക് എൽ സൈസ് കുറച്ച് വലുതാണ്. അപ്പൊ എന്റെ ഒരു വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് എം സൈസ് മതി. അപ്പം നിങ്ങൾ എപ്പോഴും പർച്ചേസ് ചെയ്യും, ഈവൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കാൽക്കുലേഷൻ വെച്ച് നിങ്ങളുടെ സൈസ് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത്രയും നല്ല, അല്ലെങ്കിൽ ചെറിയൊരു പെയിൻ നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞെങ്കിൽ ഇതിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്തെന്നൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു മെൻസ്ട്രൽ കപ്പ് 15 കൊല്ലം വരെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ വണ്ടടിച്ചു പോയത്. 15 കൊല്ലം ഈ ഒരു സാധനം യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇതിന്റെ ശരിക്കും പറഞ്ഞ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 350 400 സംതിങ് ആണ്. ഇതിന്റെ ലോ പ്രൈസിലുള്ളതുണ്ട്, ഏകദേശം 250 199 മുതലൊക്കെ അവൈലബിൾ ആണ് ഓൺലൈൻ. ഞാൻ ജസ്റ്റ് റെഫർ ചെയ്തപ്പോഴേക്കും 199 മുതൽ നമുക്ക് ഇങ്ങോട്ടുണ്ട്. അപ്പം നിങ്ങൾ നോക്കുമ്പോഴേക്കും ഇതിന്റെ നമുക്ക് കട്ടിയുണ്ട്, കുറച്ച് കട്ടിയാണ് ഈ സംഭവം. അപ്പം കുറച്ച് തിന്നായിട്ടുള്ളതും ഉണ്ടാവാം, അപ്പൊ അതിനനുസരിച്ച് റേറ്റ് കൂടും. എന്തായാലും കുറച്ച് വാങ്ങുമ്പോൾ നല്ലത് തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത്. എന്റെ ഏറ്റവും കൂടുതൽ എന്നെ അതിശയിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പാഡ് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 15 കൊല്ലം നമുക്കിത് ഒരു കുഴപ്പവും കൂടാതെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് തന്നെ വലിയൊരു കാര്യം അല്ലെ. കാരണം ഇത് വൺ ടൈം നമ്മൾ 350 രൂപ അല്ലെങ്കിൽ 400 രൂപയ്ക്കൊക്കെ വാങ്ങിക്കുന്നു വെക്കുക. നമ്മൾ ഒരു മാസത്തേക്ക് നമ്മളുടെ സാനിറ്ററി പാഡ് എങ്ങനെയൊക്കെ പോയാലും 200 250 രൂപ 300 രൂപ, നമ്മുടെ ഡബിൾ എക്സൽ സൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 350 400 രൂപയൊക്കെ ആവും അല്ലെ. അതിൽ എങ്ങനെയൊക്കെ പോയാലും ഒരു 18 20 പാഡ്സേ ഒരു കവറിലുള്ള ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വലിയ പാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം അതിനകത്തൊരു 10-30 പാക്കറ്റ്. എന്നാൽ കൂടി പോലും അതിങ്ങനെയാണ് അങ്ങനെ പാക്കറ്റ്, അതായത് നമ്പർ ഓഫ് പാഡ്സ് കൂടുതൽ മേടിച്ചു കഴിഞ്ഞാലും അത് ഒരു മാസം അല്ലെങ്കിൽ 2 മാസത്തേക്ക് അങ്ങേയറ്റം യൂസ് ചെയ്യാൻ പറ്റും. എന്നാലും എത്ര, നമ്മൾ ഒരു മാസം 400 അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിലേക്ക് ആണെങ്കിൽ എഗെയിൻ സെയിം 400 മുടക്കുമ്പോഴേക്കും 800 രൂപ. ഇത് 350 രൂപയ്ക്ക് മുടക്കി കഴിഞ്ഞാൽ ഞാൻ 10 കൊല്ലത്തോളം ഞാൻ ഈ ഒരു പാഡ്, ഈ ഒരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്താൽ മതി. അത് വലിയൊരാണ്. അപ്പം നമുക്കുണ്ട് നമ്മുടെ ബഡ്ജറ്റ് അല്ലെ, നമ്മുടെ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഈ ഒരു മെൻസ്ട്രൽ കപ്പ് നിങ്ങൾ വൺസ് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീക്കേജ് പ്രോബ്ലംസ്, അതുപോലെ തന്നെ ഇച്ചിങ്, പിന്നെന്താണ് ഡ്രൈ ആവുക, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഈവൻ ലീക്കേജ് പ്രോബ്ലം വരാം, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ലീക്കേജ് പ്രോബ്ലം വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കറക്റ്റായിട്ട് അത് പൊസിഷനിൽ, അതായത് അത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു പരിധി വരയ്ക്കും ലീക്കേജ് വരാം എന്നുള്ള റീസൺ മാത്രമാണ് കേട്ടോ. കാരണം എന്നെ സംബന്ധിച്ചോളം ഇന്ന് വരെ അങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ടേ ഇല്ല, ലീക്കേജ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട്. മറ്റേത് പാഡാകുമ്പോഴും അറിയാം, നമ്മൾ കിടക്കുന്ന സമയത്ത്, നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ലീക്ക് ആവുന്നുള്ള ഭയങ്കര ടെൻഷനുള്ളത്. എന്നെ സംബന്ധിച്ചോളം രാത്രി ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴേക്കും ടെൻഷൻ കാരണം നമ്മൾ ഒരു നനവ് നമുക്ക് ഫീൽ ചെയ്യും അല്ലെ, ഒരു വെറ്റ്നെസ് ഫീൽ ചെയ്തിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്തായാലും എനിക്ക് ഈ ഒരു ടൈമിൽ. അപ്പം നമ്മുടെ മെൻസ്ട്രൽ കപ്പിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ലീക്കേജ് പ്രോബ്ലം ഒരിക്കലും വരില്ല. പിന്നെയുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഡ്രൈ ആവുക, പിന്നെന്താണ് അവിടെ ഇച്ചിങ് വരിക, ഇങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള പ്രോബ്ലംസ് നമ്മുടെ ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഒരിക്കലും
അനുഭവിക്കേണ്ടി വരത്തില്ല. ഇവിടെ ഇപ്പം ഏകദേശം നമ്മുടെ ഇതിന്റെ നല്ല വശങ്ങളൊക്കെ കണ്ടു. ഇനി ഇതിപ്പോൾ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതൊക്കെയാണ് ഞാനിപ്പോൾ ഇനി പറയുന്നത്. നമ്മളെ മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അത് റിമൂവ് ചെയ്യുന്നതും എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ആ ഒരു ഷോർട്ട് വീഡിയോയിലൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഷോർട്ടിന്റെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക എങ്ങനെയാണ് അത് ഇൻസേർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ മെൻസ്ട്രൽ കപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ സൈസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഏകദേശം ഒരു കാർവിക്സിന്റെ സൈസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അറിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇത് പർച്ചേസ് ചെയ്യാൻ. ഓക്കെ, വൺസ് ഇത് പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേയും അതുപോലെ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് നമ്മുടെ പീരീഡ്സ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇത് കീപ്പ് ചെയ്ത് വെക്കുന്ന ടൈമിലും എപ്പോഴും ബിഫോർ ആൻഡ് ആഫ്റ്റർ നമ്മൾ ഇത് നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് വേണം യൂസ് ചെയ്യാൻ. അതായത് നമ്മൾ അറിയല്ലോ, കുഞ്ഞുങ്ങളുടെ ഒക്കെ ബോട്ടിൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യില്ല, നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്യുക. അതായത് കുറച്ച് വെള്ളം എടുത്തിട്ട്. അപ്പം നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഇതിനായിട്ട് മാത്രമായിട്ട് ഒരു ബോട്ടിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോട്ട് നിങ്ങൾ മാറ്റി വെക്കുക. ഇത് മാത്രമായിട്ട്, കാരണം എപ്പോഴും യൂസ് ചെയ്യുന്നൊക്കെ എടുത്ത് ചെയ്യരുത്. കാരണം ഇതിനു വേണ്ടി മാത്രമായിട്ടൊരു ബൗൾ എന്തെങ്കിലും കാര്യം സ്റ്റെറിലൈസ് ചെയ്യുന്നതുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റി വെക്കുക. അപ്പം സ്റ്റെറിലൈസ് ചെയ്യപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേയും അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് പീരീഡ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളത് നെക്സ്റ്റ് മന്തിലേക്കല്ലേ ഇനി എടുക്കുന്നത്. അപ്പം അത് വെക്കുന്നതിന് മുന്നേ ഇതുപോലെ ഒന്നുകൂടി സ്റ്റെറിലൈസ് ചെയ്ത് നന്നായിട്ട് വൃത്തിക്ക് സൂക്ഷിച്ച് വെക്കണം. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാം. കാരണം ഇതിങ്ങനെ അതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇതിനുള്ളിലൊക്കെ ചിലപ്പം ഫംഗസ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു അങ്ങനെ ഉണ്ടാകുന്ന കൊണ്ടുള്ള ഇഷ്യൂസ് നമ്മൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ബിഫോർ ആൻഡ് ആഫ്റ്റർ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും ഈവൻ നമ്മൾ പീരീഡ്സ് എല്ലാം നമ്മൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് റിമൂവ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒന്നുകൂടി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇത് ഏകദേശം ഫില്ലായി. ഇത് ബോട്ടിൽ ഏകദേശം എന്ന് വെച്ചാൽ ഫുൾ അങ്ങാവത്തില്ല. ഇതിൽ ഏകദേശം നമ്മുടെ എത്ര മില്ലിക്ക് ആയി എന്നുള്ളതിന്റെ ഒരു കണക്കൊക്കെ കാണിക്കുന്നുണ്ട്. കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് അറിയാൻ പറ്റും എന്തോരം നമ്മളുടെ ആയിട്ടുണ്ട്, നിറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്നുകൂടി നന്നായിട്ട് ഒന്നെങ്കിൽ സോപ്പ് യൂസ് ചെയ്യുന്നവർക്ക് സോപ്പ്, അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പം ചെയ്യുന്നത് ഇന്റിമേറ്റ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വി വാഷ് പോലെ അല്ലെങ്കിൽ സിറോണയുടെ ഒക്കെ ഒത്തിരി ഇന്റിമേറ്റ് വാഷസ് നിങ്ങൾ യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ ലേഡീസ് യൂസ് ചെയ്യുന്ന ഇന്റിമേറ്റ് വാഷ് ഇട്ടാണ് നോർമലി ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്നുകൂടി നമ്മൾ വൃത്തിയായി നമ്മൾ കഴുകിയതിന് ശേഷം വേണം നമ്മൾ ഒന്നുകൂടി തിരിച്ച് റീഇൻസേർട്ട് ചെയ്യാൻ. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാണ് ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇത് യൂസ് ചെയ്യുമ്പോൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്കൊരു ചെറിയ വേദന വരും. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ഇത്ര നാൾ ഉപയോഗിക്കാതിരുന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഒരു സാധനം നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ പെയിൻ എന്ന് വെച്ചാൽ വലിയ സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു പെയിൻ എന്നല്ല ഞാൻ പറയുന്നത്, ചെറിയ രീതിയിലുള്ള ഒരു പെയിൻ നമുക്ക് ഫസ്റ്റ് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ഇൻസേർട്ട് ചെയ്ത് അതിന്നൊരു നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടൊരു പോപ്പ് എന്നുള്ള ഒരു ശബ്ദം നമുക്കൊരു ഫീൽ ചെയ്യും ഉള്ളിൽ, ഇതിൽ കറക്റ്റ് ഫിറ്റ്. അങ്ങനെ ആ ഒരു ശബ്ദം നമുക്ക് കേൾക്കുമ്പോഴാണ് നമ്മൾ അത് കറക്റ്റ് അത് ഫിറ്റായിട്ട് കാരണം പൊസിഷനിൽ എത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്കൊരു വിശ്വാസം നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇത് കറക്റ്റ് ഇൻസേർട്ട് ആയതിന് ശേഷം ഒരു പോപ്പ് എന്നുള്ള ഒരു ശബ്ദം കേൾക്കുമ്പോഴാണ് നമ്മളത് കറക്റ്റ് ആ ഒരു പൊസിഷനിൽ ഇരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നവര് ഏകദേശം നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് ചെറിയ രീതിയിലാണ് കേട്ടോ. ഇത് ഞാൻ പറയുന്ന പോലുള്ള വളരെ നേരത്തെ രീതിയിൽ ഒരു ചെറിയൊരു പെയിൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് ഫസ്റ്റ് ഡേ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഡേക്കും ഫുള്ള് നിൽക്കില്ല. ആ ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ ഒരു പെയിൻ നിങ്ങൾക്ക് തോന്നുകയുള്ളൂ. അതിനുശേഷം നിങ്ങൾ പോലും അറിയില്ല. എനിക്ക് തോന്നുന്നു പീരീഡ്സ് ആണെന്ന് കൂടി പോലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത പോലും വരില്ല ആ ടൈമിൽ. കാരണം അത്രയ്ക്കും കംഫർട്ടാണ് നമ്മുടെ ഈ ഒരു മെൻസ്ട്രൽ കപ്പ്. പിന്നെ നമ്മുടെ മെയിൻ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, നമ്മളൊരു സാനിറ്ററി പാഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു സാനിറ്ററി പാഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ പോലെ ഒരു 3 അല്ലെങ്കിൽ 4 മണിക്കൂർ കഴിയുമ്പോഴേക്കും അടുത്തത് നമ്മൾ യൂസ് ചെയ്യും അല്ലേ. പക്ഷേ നമ്മുടെ ഈ മെൻസ്ട്രൽ കപ്പ് വൺസ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 12 മണിക്കൂർ വരെ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്തെടുക്കും. പക്ഷെ ലീക്കേജ് പ്രോബ്ലം വരില്ല. 12 മണിക്കൂർ വരെ മാക്സിമം നമുക്ക് ഇത് ഒരു കുഴപ്പം കൂടുതൽ ലീക്കേജ് പ്രോബ്ലം ഇല്ലാതെ നമുക്ക് ഇത് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഒറ്റ ടൈമിൽ വെച്ച് കഴിഞ്ഞാൽ 12 മണിക്കൂർ വരെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക്
യൂസ് ചെയ്യാം എന്നുള്ളതാണ് വലിയൊരു കാര്യം. ഈവൻ ഒരു 8 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ എങ്ങനെയൊക്കെ പോലെ ഒരു 10 അല്ലെങ്കിൽ 8 മണിക്കൂറൊക്കെ നമുക്ക് ഒരു പ്രശ്നം കൂടാതെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് നമ്മൾ സാനിറ്ററി പാഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 3-4 മണിക്കൂർ വെച്ചിട്ട് ഒരു ദിവസം എങ്ങനെയൊക്കെ പോലെ ഒരു 3 പാഡ് നമ്മൾ എങ്ങനെയൊക്കെ പോയാലും മാറ്റേണ്ടി വരും അല്ലെ. 3-4 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടാണെങ്കിലും ശരി, ഒരു 5 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടാണെങ്കിലും ശരി, ഒരു 3 അല്ലെങ്കിൽ 4 പാഡ് എന്തായാലും നമ്മളൊരു ഡെയിലി നമ്മൾ മാറേണ്ടി വരും. പക്ഷെ നമുക്ക് ഈ ഒരു സംഭവം കൊണ്ടിട്ട് നമുക്ക് ഒരു ദിവസം നമ്മൾ എങ്ങനെയൊക്കെ പോലെ 2 തവണ ജസ്റ്റ്, അതായത് ഈ 12 hours എന്ന് പറഞ്ഞാൽ മോർണിംഗ് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് നമുക്ക് വേണമെങ്കിൽ കിടക്കുന്ന ടൈം ആകുമ്പോഴേക്കും നമുക്കത് മാറ്റി ഒന്നുകൂടി റീഇൻസേർട്ട് ചെയ്യാം, ക്ലീൻ ചെയ്തിട്ട് റീഇൻസേർട്ട് ചെയ്യാം. പക്ഷെ സാനിറ്ററി പാഡിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു എന്താണ് ഒരു ഉപകാരമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് മെൻസ്ട്രൽ കപ്പിന്റെ കാര്യങ്ങൾ. പറഞ്ഞ അത്രയും കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജസ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. വലിയൊരു സഹായകമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മെൻസ്ട്രൽ കപ്പ്. തീർച്ചയായിട്ടും ഉപയോഗിക്കാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഉപയോഗിക്കാൻ തുടങ്ങാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നവരൊക്കെയാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. വെരി 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 യൂസ്ഫുൾ ആണ്. അപ്പം പിന്നെ ഒരു കാര്യം കൂടി പറയേണ്ടത് വെച്ചാൽ നമ്മൾ എപ്പോഴും ബിഫോർ ആൻഡ് ആഫ്റ്റർ നമ്മളെപ്പോഴും നന്നായിട്ട് നമ്മുടെ കൈകളും നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മളിത് ഇൻസേർട്ട് ചെയ്യാൻ തുടങ്ങാവുള്ളൂ. ഓക്കെ, ഇപ്പൊ ഈവൻ നമ്മളുടെ മെൻസ്ട്രൽ കപ്പ് നല്ല നീറ്റാണ്, ക്ലീൻ ആണ്. ബട്ട് നമ്മുടെ കൈകളിൽ എന്തെങ്കിലും രീതിയിലുള്ള ഫംഗലോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ചെറിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് ദൂഷ്യം ഉണ്ടാക്കാം. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ എപ്പോഴാണ് വരുന്നതെന്നുള്ളത് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഒട്ടും വൈകാതെ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.